പ്രഗ്നന്റ് ലേഡീസിന്റെ ഒരു കോമൺ ഇഷ്യൂ ആണ് വയറിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. പൊതുവെ 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും പേടിക്കാനുള്ളൊരു കാര്യമില്ല. വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണിത്. പക്ഷെ എപ്പോഴാണ് നമ്മളിത് സീരിയസ് ആയി എടുക്കേണ്ടത്, നമ്മൾ ഡോക്ടറെ പോയി കാണേണ്ടത്, എങ്ങനെ നമുക്കിത് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് ഗർഭിണിക്ക് ഈ ഇച്ചിങ് അനുഭവപ്പെടുന്നു? സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ച പെട്ടെന്നാണ് സംഭവിക്കുന്നത്. യൂട്രസിൽ കുഞ്ഞു വളരും തോറും അമ്മയുടെ വയറിനും പെട്ടെന്നൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. ആ ഒരു സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു വലിച്ചിൽ തന്നെയാണ് ഈ ചൊറിച്ചിലിന്റെ ഒരു പ്രധാന കാരണം. മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. ഈ സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിന്റെ ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. ഈ ഈസ്ട്രജൻ ഹോർമോൺ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി വളരെയധികം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിങ് ആൻഡ് ഇറിറ്റേഷൻ ഗർഭിണിക്ക് വളരെയധികം കൂടുതലായിട്ട് തോന്നാം. ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിലെ ചർമ്മത്തിന്റെ നാച്ചുറൽ ഓയിൽസിന്റെ പ്രൊഡക്ഷനും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഫ്രാഗ്രൻസ് ചേർക്കാത്ത, അലർജി ഉണ്ടാക്കാത്ത, ഗർഭിണിയുടെ സ്കിന്നിന് യോജിച്ചതായിട്ടുള്ള മോയ്സ്ചറൈസർ, ആലോവേര ജെല്ലോ, ഷിയ ബട്ടറോ, കൊക്കോ ബട്ടറോ തുടങ്ങിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സ്ഥിരമായിട്ട് 2 നേരമായിട്ട് ഉപയോഗിക്കാം. കുളി കഴിഞ്ഞതിന് ശേഷമോ കിടക്കുന്നതിന് മുമ്പോ അങ്ങനെ 2 നേരമായിട്ട് മോയ്സ്ചറൈസേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അല്ല, ഹാർഷ് ആയിട്ടുള്ള സോപ്സ്, കെമിക്കൽ പ്രഗ്നൻസി സമയത്ത് ഒഴിവാക്കുക. പകരം മൈൽഡ് ആയിട്ടുള്ള, ജെന്റിൽ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും സേഫ്. ചൂടുവെള്ളത്തിന് പകരം ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പച്ചക്കറികൾ, ഇലക്കറികളെല്ലാം ധാരാളം കഴിക്കുക. സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ പ്രത്യേകിച്ച് രാത്രിയിൽ ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, ആയുർവേദ മരുന്നായിട്ടുള്ള ധന്വന്തരം തൈലം, ഇതൊക്കെ ഈ ഒരു ഡ്രൈനെസ്സും ഇച്ചിങ്ങും കുറയ്ക്കുകയും ബേണിംഗ് സെൻസേഷൻ കുറയ്ക്കുകയും സ്ട്രെച്ച് മാർക്സിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതൊരു കോമൺ ഇഷ്യൂ ആണെങ്കിലും എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത്? റെഗുലറായി മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചിട്ടും ധാരാളം വെള്ളം കുടിച്ചിട്ടും ഈ ചൊറിച്ചിലിന് യാതൊരു കുറവുമില്ല. മഞ്ഞപ്പിത്തം പോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട്, അതായത് പെയിൽ സ്റ്റൂൾ, ഡാർക്ക് യൂറിൻ അതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നു. ചുവന്ന തടിപ്പുകളായിട്ട് നിങ്ങളുടെ വയറിന് ചുറ്റും കയ്യിലും കാലിലും ഒക്കെ ഉണ്ട്. രാത്രിയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഈ ചൊറിച്ചിൽ. അങ്ങനെയാണെങ്കിൽ സമയം ഒട്ടും കളയാതെ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക.